നാമൊക്കെയും ഏറെ ചിന്തിക്കുന്ന ഒരു വസ്തുത ഉണ്ട്. നമ്മൾ മാത്രം ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നു, അതിൻ്റെ ഗുണങ്ങൾ ഒരുപാട് ആളുകൾക്ക് ലഭിക്കുന്നു എന്നുള്ളത്. ആ തീരുമാനം നന്നായാൽ കൂടെയുള്ളവർക്ക് അതിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള സുഖങ്ങൾ ലഭിക്കാറുണ്ട്. പക്ഷേ നമ്മളെടുക്കുന്ന തീരുമാനം മോശമാണെങ്കിൽ അതിൻ്റെ എല്ലാ പരിണിത ഫലങ്ങളും തിക്തമായി അനുഭവിക്കേണ്ടത് നമ്മൾ ഒരാളെ മാത്രമാണല്ലോ. പിന്നെ എന്തിന് ഞാനിങ്ങനെ കഷ്ടപ്പെടണമെന്ന് പ്രവാസികളിൽപ്പെട്ട ഒരു മനുഷ്യൻ പറഞ്ഞ ഒരു വാക്കാണത്. ഞാനെടുക്കുന്ന തീരുമാനങ്ങൾ അജയ്യമാണെങ്കിൽ എൻ്റെ കുടുംബം ആസ്വദിക്കാൻ വരുന്നു. ഞാനെടുക്കുന്ന തീരുമാനങ്ങൾ എവിടെയെങ്കിലും ഒന്ന് ഫോൾസായാൽ ഞാൻ അതിനെക്കുറിച്ച് വല്ലാതെ ആകുലപ്പെടുകയും വല്ലാതെ പ്രയാസപ്പെടുകയും ജീവിതം അങ്ങോട്ടേക്കുള്ളത് ഒരുപാട് കാഠിന്യമേറിയതുമാകുന്നു. അനുഭവിക്കാൻ ആ സമയം ഞാൻ മാത്രമേ ഉള്ളൂ. ഇതെൻ്റെ വീട്ടുകാരോടൊന്ന് പറഞ്ഞാൽ നിങ്ങൾ വേണ്ടാത്ത പണി എടുത്തിട്ടില്ല എന്നൊരു ചോദ്യമുണ്ട്, സഹിക്കാനാകാത്ത ചോദ്യം. ഉമ്മമാരെ, കുട്ടികളെ, നിങ്ങളോടൊന്ന് പറയട്ടെ, പ്രവാസ ലോകത്ത് കഴിയുന്ന ഓരോരുത്തരും നിങ്ങളുടെ എല്ലാ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് അവരോരോ സെക്കൻഡുകൾ അവിടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും അവരൊരു വേള കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് അതത്രമേൽ സന്തോഷം നൽകുന്നതാകണമെന്ന് നമ്മളൊക്കെ ഒന്ന് കരുതണം. കാരണം നമുക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച എല്ലാ അർത്ഥത്തിലും അവരുടെ സുഖങ്ങളൊക്കെ പരിത്യജിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരാണ്. നമ്മളുടെ ജീവിതത്തെക്കുറിച്ച് നമ്മളെപ്പോഴും ആലോചിക്കണം. ഒരു വേള അവരെങ്ങാനും കണ്ണടയുകയാണെങ്കിൽ നമ്മുടെ എല്ലാം തകർന്നു പോകുന്ന ഒരു വല്ലാത്തൊരു കറുത്തിരുണ്ട ലോകത്തേക്ക് നമ്മൾ വലിച്ചെറിയപ്പെടും. അവിടെയാണ് നമ്മളുടെ വിലകളെ, നമ്മൾ കൊടുക്കാതിരുന്ന കാഴ്ചപ്പാടുകൾ, നമ്മൾ എത്രയോ കാലം പരിഗണിക്കണമെന്ന് കരുതിയിട്ടും മനഃപൂർവ്വം അവഗണിച്ച ആളുകളെയൊക്കെ നൊമ്പരമായിട്ട് മാറുന്നത്. ദയവ് ചെയ്ത് പ്രവാസികളുടെ കുടുംബത്തോടൊന്ന് സ്നേഹത്തോടെ പറയട്ടെ, അദ്ദേഹം പറയുന്ന വാക്കുകൾ വളരെ കാഠിന്യമുള്ളതാണ്. ഞാനെടുക്കുന്ന തീരുമാനങ്ങൾ അജയ്യമാണ്. കുടുംബത്തോടൊപ്പം എനിക്ക് വളരെ റാഹത്തായിട്ട് പോകാം. എവിടെയെങ്കിലും ഒന്ന് ഫോൾസായാൽ, എന്തെങ്കിലും ഒരു ഫാൾട്ട് സംഭവിച്ചാൽ ഞാൻ സ്വന്തം അനുഭവിക്കണം. അതിൻ്റെ കഥ പോലും കേൾക്കാൻ കുടുംബത്തിന് കഴിയില്ല. അതിനൊക്കെ ഒരു മറുപടി ഉണ്ട്. നിങ്ങൾ ചിന്തിക്കായിട്ടില്ലേ? ഉമ്മമാരെ, ഭാര്യമാരെ, നിങ്ങൾ ആണുങ്ങളോട് നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യുക. അതാണ് ഏറ്റവും വലിയ കരുത്ത് ഈ ഭൗതിക ലോകത്ത്. കാരണം നിങ്ങളോടൊരു സങ്കടം പറയുമ്പോൾ അതിനൊരു ഉത്തരം നന്നായി വളരെ താതാത്മ്യത്തോടെ കൊടുക്കുമ്പോഴാണ് ഒന്ന് അടുപ്പിച്ച് പിടിക്കാനും അതോടൊപ്പം അടുത്തതിലേക്ക് ലക്ഷ്യം വെച്ച് പ്രതീക്ഷയോടെ മുന്നേറാനും ആണുങ്ങൾക്ക് സാധിക്കുന്നത്. നമുക്ക് വരുന്ന പ്രയാസങ്ങൾ അത് വല്ലാത്തൊരു പ്രയാസമാണെന്ന് കാണുന്ന ഈ നാട്ടിൽ ജീവിക്കുന്ന ഉമ്മമാരോട്, നമ്മുടെ കേരളത്തിൽ ജീവിക്കുന്ന ഉമ്മമാരോട് പറയട്ടെ, ഈ ചെറിയ ഒരു പ്രയാസം നമുക്ക് വലുതാണെങ്കിൽ ആ ആണുങ്ങൾ അവിടെ കഷ്ടപ്പെടുന്നത് കുടുംബമെന്ന വലിയ ഉത്തരവാദിത്തം ആ അർത്ഥത്തിൽ നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ്. അവരൊരുപാട് ചെറിയ പ്രയാസങ്ങളൊന്നും നമ്മളോട് പറയാറില്ല. പക്ഷേ പറയുന്ന പ്രയാസങ്ങൾ അത്രമേലുള്ളത് കൊണ്ട് മാത്രമായിരിക്കും ഷെയർ ചെയ്യുന്നുണ്ടാകുക. അത് കേൾക്കാൻ നമ്മളൊരു സമയം കൊടുക്കണം. ജീവിതത്തിൽ ഇന്നോളം നമ്മൾ അനുഭവിച്ച ഗുണങ്ങൾ ഒരു നിമിഷം കൊണ്ട് മറന്നു പോകരുത്. ഒരിക്കലും നമ്മൾ തള്ളിപ്പറയരുത്. ജീവിതം ഇന്നല്ല നാളെ അവസാനിച്ചു പോകും. അങ്ങനെ അവസാനിക്കുമ്പോൾ രണ്ടുപേരും ഒരുമിച്ച് പോകണമെന്നില്ല, ഒരാളിവിടെ ബാക്കിയാകും. നമുക്കറിയാം, സറൗണ്ടിൽ നോക്കുമ്പോൾ മിക്ക കുടുംബങ്ങളിലും ഉമ്മമാരാണ് ബാക്കിയായിട്ടുള്ളത്. എല്ലാ ജീവിതവും അനുഭവിച്ച് തിരിച്ചു പോകേണ്ട ഒരു ദുരവസ്ഥയിലേക്ക് നമ്മളാരും എത്തിക്കൂടാ. ഭർത്താവിനോട് നല്ല നിലയിൽ പെരുമാറുമ്പോൾ കൂടെ പോകുന്ന എത്രയോ ദമ്പതിമാരെ നമ്മുടെ ചരിത്രത്തിൽ കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ വളരെ സ്നേഹത്തോടെ ഭർത്താക്കന്മാരോട് സഹകരിക്കുക. അവരനുഭവിക്കുന്ന വലിയ പ്രതിസന്ധികളുടെ കഥകൾ കെട്ടഴിക്കുമ്പോൾ സ്നേഹമില്ലെങ്കിലും സഹിച്ചുകൊണ്ട്, ക്ഷമിച്ചുകൊണ്ട് സഹകരിച്ച് കേട്ടുകൊടുക്കുക. എല്ലാത്തിനും ഉത്തരം പറയാനില്ലെങ്കിലും ഉള്ളത് വളരെ ഭംഗിയായിട്ട് ഉത്തരം പറയാൻ ശ്രമിക്കുക. എങ്കിൽ നമ്മളൊരു കുടുംബമാകും. കുടുംബമാകുമ്പോഴേ അവിടെ ഇമ്പമുള്ളൂ. നമ്മളാകുന്ന ഈ ലോകം അവർ കൂടി ഉള്ളതുകൊണ്ട് ഇത്ര കളർഫുള്ളായി മുന്നോട്ട് പോകുന്നത്. എല്ലാ ഭർത്താക്കന്മാരോടും നമ്മൾ ഒരേ അർത്ഥത്തിൽ നിൽക്കുമ്പോൾ ഭാര്യമാരായ നമുക്ക്, നമ്മുടെ മക്കൾക്ക് അതിൻ്റെ ഒരു പരിമളമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. നമ്മുടെ കുടുംബങ്ങളിൽ സുഖലോലുപതയും ഐശ്വര്യം നിറഞ്ഞ നല്ല കുടുംബമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ജീവിതം ഈ ലോകത്തൊന്നേ ഉള്ളൂ. അത് നന്നായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ കൂടെ ഉള്ളവർക്കും സാധിക്കണം. അതിനൊക്കെ നമ്മൾ വിശാല മനസ്സ് കാണിക്കണം. ആരും ആർക്ക് മുകളിലുമല്ല. എല്ലാം അങ്ങ് അവസാനിക്കുമ്പോൾ മണ്ണ് തിന്നുന്ന പുഴുക്കളുടെ ഭക്ഷണമായി പോകുമെന്ന ഒരു ഉത്തമ ബോധം നമുക്കൊക്കെ ഉണ്ടാകണം. ഭരിക്കാനോ ഭരിക്കപ്പെടാനോ അല്ല, നമുക്ക് സമാധാനത്തിന് വേണ്ടി.